സാക്ഷ്യം ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്റെ അനുഭവ സാക്ഷ്യം കേട്ടവരാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരുവചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാൻ ഒരു വചനം കൂടി വായിക്കുന്നു. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം, ആമേൻ, സ്തോത്രം, അതിലെ 3-ാം വചനം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. നമുക്കത് കേൾക്കുവാനും അത് വായിക്കുവാനും നമുക്കത് പ്രമാണിക്കുവാനും നമുക്ക് ദൈവം അവസരം നൽകിയതുകൊണ്ട് നമ്മൾ ഭാഗ്യമുള്ളവരാണ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, അനേക ക്രിസ്ത്യാനികള്, ഹല്ലേലൂയ, ജനിച്ച വളർത്തപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ വായിക്കുവാൻ അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനോട് അവർക്ക് യോജിപ്പില്ല. അങ്ങനെ വേദപുസ്തകം വീട്ടിൽ ഉണ്ടായിട്ട് പോലും അത് തുറക്കാൻ കഴിയാത്ത എത്രയോ ക്രിസ്ത്യാനികൾ ഉള്ളപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് ഈ സത്യവേദ പുസ്തകം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിക്കുവാനും ദൈവം നൽകിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അത് വായിക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്, വായിച്ച് കേൾക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്, അത് പ്രമാണിക്കുന്നവരും ഭാഗ്യമുള്ളവരാണ്. ആമേൻ. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ ഈ ഭാഗ്യ പദവി നമ്മൾ നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. ഇത് നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ഈ സത്യവേദ പുസ്തകം. ഇതിലെ വചനങ്ങൾ, ഈ പറഞ്ഞത് കണ്ടല്ലോ, ഈ വചനത്തിന്റെ പ്രവചനത്തിന്റെ വാക്കുകൾ, ഇത് പ്രവചനമാണ്. ഈ വേദപുസ്തകം പ്രവചനമാണ്. നമ്മൾ ഹല്ലേലൂയ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന പോലെ പ്രവാചകന്മാരുടെയും പ്രവാചികമാരുടെയും അടുക്കൽ ഓടുന്ന ഓട്ടം അതങ്ങൊന്ന് കുറയ്ക്കണം. ഹല്ലേലൂയ. പോകണ്ടെന്ന്, കംപ്ലീറ്റ് ആയിട്ട് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോകല്ലേ, അതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇങ്ങോട്ട് വന്ന് നമുക്ക് ദൂത് തരും. ഇങ്ങോട്ട് വന്ന് ആർക്കാണോ നമ്മളോട് ദൂത് പറയാൻ ദൈവം കൊടുത്തിട്ടുള്ളത്, നമ്മളെ കേൾപ്പിക്കും. സ്തോത്രം. അത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കുള്ള ദൂത്, നമ്മളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരെ തട്ടി ഉണർത്തിയിട്ട് ഇന്ന ആൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്, ചിലത് അവരോട് പറയുവാനുണ്ട്, അത് ഞാൻ നിന്നെ കേൾപ്പിക്കാൻ പോകുകയാന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരുത്തി പ്രാർത്ഥിപ്പിച്ച് ദൈവ ആലോചന കൊടുത്തിട്ട് അപ്പൊ തന്നെ അവർ ഇന്നയാളെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ദൂതറിയിക്കുന്ന അനേക ദാസന്മാരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രവചനത്തിന്റെ പുറകെ പോകണ്ട, ക്രിസ്തുവിന്റെ പുറകെ, ദൈവവചനത്തിന്റെ പുറകെ പോയാൽ മതി. നമുക്കുള്ള ദൂത് കൃത്യമായി വേദപുസ്തകത്തിനകത്തുണ്ട്. കൃത്യമായി ദാസിമാരെ തട്ടി ഉണർത്തി നമുക്ക് തക്ക സമയത്ത് ദൈവം ദൂത് നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രവചനവരം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അത് വേണം കേട്ടോ. സ്തോത്രം. എന്നാൽ അത് തിരിച്ചറിയുക കൂടെ വേണം. അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം തേൻ കട്ടയുമാണ്. അത് നമ്മളെ ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ ഔഷധമാണ്. തേൻ അറിയാമല്ലോ, അതൊരു ഔഷധമാണ്. വചനം തേനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ മാറുവാൻ, നമ്മുടെ ഹൃദയത്തിലെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, സംശയങ്ങൾ, നിരാശകൾ മാറുവാൻ ഏറ്റവും വലിയ ഔഷധമാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനം നിരന്തരമായി നമ്മൾ വായിക്കണം. സ്തോത്രം. ഞാൻ പറയട്ടെ, 1989 മാർച്ച് മാസം 8-ാം തീയതി ഞാൻ ഈ ലോകത്തോട് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തോട് വിട പറയാനിരുന്ന ആ സമയത്താണല്ലോ എനിക്ക് വേദപുസ്തകം കയ്യിൽ കിട്ടുന്നത്. എന്റെ മാതാവാണ് എനിക്ക് കൊണ്ട് തരുന്നത്. ഞാൻ വേദപുസ്തകം വീട്ടിൽ വന്ന വിഷയമെല്ലാം ഞാൻ വിശദമായി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അന്ന് രാത്രി ഞാൻ ഈ ലോകത്തോട് വിട പറയുമായിരുന്നു. ആ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നത് കണ്ടോ. ഹല്ലേലൂയ. ഏതായാലും വേദപുസ്തകം കൈ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ യേശുപ്പാടുത്ത് പറഞ്ഞ്, യേശുപ്പ, ഞാൻ എന്ത് എന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങനെ വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയ യെശയ്യാവിന്റെ പുസ്തകം 54 അതിലെ 4-ാം വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് പ്രവചനമല്ലേ?
പ്രവചനമല്ലേ? തീർച്ചയായും പ്രവചനമാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ തുറന്നപ്പോൾ കിട്ടിയതൊരു വചനമാണ്, പക്ഷെ അത് പ്രവചനമാണ്. ആ വചനത്തിലൂടെ പ്രവചനമുണ്ടായിരുന്നു. നീ ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. ആമേൻ. 37 വർഷത്തോളമായി കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് വരെ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ആമേൻ. ഒരു മനുഷ്യന് താങ്ങാവുന്നതിൽ അപ്പുറം ഭാരം വഹിപ്പാൻ സമ്മതിക്കാതെ എന്നാണ് ഹല്ലേലൂയ കൊരിന്ത്യർക്കർ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് കടന്നു വരുന്ന ഭാരങ്ങൾ ഒരു പരിധി വരെ, അതായത് നമുക്ക് എത്രമാത്രം താങ്ങാൻ കഴിയുമെന്ന് നമ്മളെ ഓരോരുത്തരെ നന്നായി അറിയുന്ന കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ എനിക്ക് ഇത്തിരി കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റുമായിരിക്കും, എന്റെ അനുജത്തിക്ക് തീരെ പറ്റില്ല. അവൾക്ക് ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ അവൾ ആകെ പതറിപ്പോകും. ആമേൻ. സ്തോത്രം. അതുപോലെ അല്ലേ നമ്മളിൽ പലരും നല്ല സ്ട്രോങ് ആയിരിക്കും. വലിയ വിഷയങ്ങൾ വന്നാൽ പോലും കർത്താവ് കരുതിക്കൊള്ളും, കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്നവർ നമ്മളിടയിൽ ഇല്ലേ? എന്നാൽ നമ്മളെ പലരും ആശ്വസിപ്പിച്ചിട്ടും ആശ്വാസം കിട്ടാത്തവരും ഇല്ലേ? കാരണം ആമേൻ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഭാരം ആമേൻ എത്ര അളവ് വരെ ആകാം എന്ന് നമ്മുടെ കർത്താവിന് അറിയാം. ഈ ഭൂമി കാൽഭാഗവും മുക്കാൽഭാഗവും കടലാണ്, വെള്ളമാണ് നമുക്കറിയാം. അത് ഈ 1/4 ഭാഗം വെള്ളത്തെ മണൽത്തരികൾ കൊണ്ട് അതിരിട്ട്, ആമേൻ, വേദപുസ്തകത്തിലുണ്ട് വചനം, ആ മണൽത്തരി കൊണ്ട് അതിരിട്ടിട്ടുണ്ട്, ഇതുവരെ വരാം, ഇങ്ങോട്ട് കടക്കരുത്. ഹല്ലേലൂയ. കടലിനെ ആജ്ഞാപിച്ച് ആമേൻ സ്തോത്രം നിർത്തിയിരിക്കുന്ന ദൈവം, സുനാമി വരുന്നത് കർത്താവ് കാറ്റടിപ്പിച്ചിട്ടാ, അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ചിട്ടാ, അത് വേറെ കാര്യം. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും ഇങ്ങനെ കടൽ കയറിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. അവിടെ ഒരു അതിര് വെച്ചിട്ടുണ്ട്, ഇവിടം വരെ നീ വന്നാ മതി, ഇങ്ങോട്ട് കടക്കരുത്. ഇതുപോലെ ആമേ സ്തോത്രം പ്രതികൂലങ്ങളോട്, പ്രതിസന്ധികളോട്, ആമേ പ്രശ്നങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകളുടെ അടുക്കലേക്ക് ആമേ സ്തോത്രം ഇത്രേ വരാവൂ കേട്ടോ, ഇതിൽ കൂടുതൽ കൊടുക്കണ്ട കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ 100% പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് ആ ദോഷം, എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ വിശ്വാസികൾ പോലും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ കർത്താവ് എന്നെ പരീക്ഷിക്കുക, കർത്താവ് എന്നെ ഇല്ല മക്കളെ, ദൈവമക്കളെ, ഒരിക്കലും കർത്താവ് പരീക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. പരിശോധിക്കും. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്ത് എന്ന് അവൻ പരിശോധിക്കും. അവൻ ആവർത്തന പുസ്തകം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. അവിടെയുണ്ട്, നീ എന്റെ ദൈവത്തെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുവെന്ന് അറിയണ്ടേ? പ്രതികൂലങ്ങളുടെ മധ്യേ കർത്താവിനെ ഇട്ടേച്ചു പോകുമോ എന്ന് അറിയണ്ടേ? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്താന്ന് ആമേ സ്തോത്രം നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണ്ടേ? ഹല്ലേലൂയ. നോക്കണമേ, എത്രമാത്രം സ്നേഹിച്ച പത്രോസ് ആമേൻ പ്രതികൂലം വന്നപ്പോ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ തള്ളിപ്പറയുന്ന കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു, കർത്താവ് സൂചനയും കൊടുത്തിരുന്നു. എന്നിട്ട് പോലും പുള്ളി അത് ഓർത്തില്ല. ആ സമയത്ത് തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു, ആമേൻ, തള്ളിപ്പറയേണ്ടി വന്നു. പക്ഷേ പിന്നെ കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോ ദുഃഖം കാരണം ആ കർത്താവ് പറഞ്ഞത് ഓർത്തു. ദുഃഖം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരയുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാം. ആ കണ്ണുനീരില് ആമേൻ ഹല്ലേലൂയ അവന്റെ എല്ലാ സങ്കടവും ഒഴുക്കി, അവന്റെ പാപത്തെ ദൈവസന്നിധി ഒഴുക്കിക്കൊടുത്തു. കർത്താവ് അത് ക്ഷമിക്കുവാനും ഇടയായി തീർന്നു. അതുകൊണ്ടല്ലേ മീൻ പിടിക്കാൻ പോയ പത്രോസിന്റെ പുറകെ പോയി കർത്താവ് അവനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേ. ആമേൻ ഹല്ലേലൂയ. പത്രോസ് ആരാണെന്ന് നന്നായിട്ട് കർത്താവിന് അറിയാം. നമ്മളെ അറിയില്ലേ? തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് നന്നായിട്ട് അറിയാം. പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്, നമ്മൾ പോലും നമ്മളെ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. കോപം വരുമ്പോ സാഹചര്യം ആമേ നോക്കത്തില്ല, ഇല്ലേ? ആമേ ദേഷ്യം വന്നാൽ ആരാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമ്മൾ മറന്നുപോകും. ഞാൻ പറഞ്ഞു വരുന്ന ചിലരുടെ കാര്യങ്ങളാ, നമ്മുടെ കാര്യമല്ല കേട്ടോ, ചിലരുടെ കാര്യങ്ങളാ. സാഹചര്യം മറന്നുപോകുന്നു, നമ്മൾ ആരാ എന്ന് മറന്നുപോകുന്നു. ആമേൻ. നമ്മൾ രാജാവിന്റെ ആമേൻ സ്തോത്രം രാജകീയ പദവിയുള്ള ദൈവ പൈതങ്ങളാണ് നമ്മള്. ആമേൻ. നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെയോ, മറ്റുള്ളവർ ഇടപെടുന്ന പോലെയോ, മറ്റുള്ളവർ പോകുന്ന പോലെയോ, പ്രവർത്തിക്കുന്ന പോലെയോ ഒന്നും നമുക്ക് ചെയ്യാൻ അവകാശമില്ല. ചിലര് പറയും നാട് ഓടുമ്പോ നടുവേന്ന്.
ഇല്ല, നമുക്കതില്ല. ഹല്ലേലൂയ. നമ്മൾ ജാതികളെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരല്ല. നമ്മൾ വേർപാട് ആചരിക്കേണ്ടവരാണ്. നമ്മൾ അവരുടെ മുമ്പേ തിളങ്ങുന്ന മുത്തുകളാണ്. ഹല്ലേലൂയ. അവൻ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോ നമ്മളെ തിരിച്ചറിയാൻ കഴിയും. പറയണം, അവര് തന്നെ പറയും, ഇത് ഇന്ന ആളാണ് കേട്ടോ, അവരെ നമ്മളെ കൂട്ടത്തിൽ കിട്ടത്തില്ല കേട്ടോ എന്ന് അവരെ വാ കൊണ്ട് നമ്മൾ പറയണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ വചനം നിരന്തരമായി നമ്മൾ വേദപുസ്തകമായി, അതാ പറയാം, ദിനവും യേശുവിന്റെ കൂടെ നമ്മൾ വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം ദിനവും വായിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം നിങ്ങൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അന്ന് കർത്താവിന്റെ കൂടെ അല്ലെന്നർത്ഥം. കർത്താവിന്റെ കൂടെ വസിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം ദിവസവും വായിച്ച് ഗ്രഹിക്കണം. നമ്മൾ ആമേൻ സ്തോത്രം, നമ്മുടെ ഹൃദയത്തിലോട്ട് അത് ആമേൻ സ്റ്റോർ ചെയ്യണം. അത് എന്താന്ന് വെച്ചേ, ഇവിടെ നമുക്ക് പ്രതികൂലം വരുന്നത് കർത്താവ് അനുവദിച്ചിട്ടാന്ന് പറയും, ചില സമയത്ത് അനുവദിച്ചിട്ടാന്ന് പറയും. നിങ്ങൾ ഓർക്കണം, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമുക്ക് പ്രതികൂലങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. സാത്താൻ പരീക്ഷിച്ച് കടന്നു വരാറുണ്ട്. സാത്താൻ നമ്മളെ പരീക്ഷിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പരീക്ഷിക്കുകയല്ല, കർത്താവ് പരിശോധിക്കും. ആമേൻ. നിന്റെ മനസ്സിലിരിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് പരിശോധിക്കും. അപ്പൊ അത് രാത്രികാലങ്ങളിലാവാം, പകൽ സമയങ്ങളിലാകാം, ചില കൂട്ടായ്മകളിലാകാം, കൂട്ടുകൂടുമ്പോഴാകാം, അല്ലെങ്കിൽ ചില ദേശങ്ങളിലാകാം. നീ ദേശത്ത് വിശ്വസ്ത ആചരിച്ച് സ്തോത്രം, നീ നന്മ ചെയ്യുക എന്ന നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിവർത്തിക്കുമെന്നാണ്. അപ്പൊ ദേശത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ചില ആലോചനകൾ നൽകിയിട്ടുണ്ട്. ഞാൻ പറയുവാൻ താല്പര്യപ്പെടുക. എങ്കിലും പിന്നെ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് നൽകുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. ആമേൻ, സ്തോത്രം. നമ്മൾ തുള്ളിച്ചാടിയും കൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദേശം തോറും നമ്മൾ ഓടും. ഹല്ലേലൂയ. അതിന് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും കൂടി പറയട്ടെ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ വീട്ടിൽ വെറുതെ ഇരിക്കുക, പ്രോഗ്രാമിനൊന്നും പോകുന്നില്ലല്ലോ. മുഖത്ത് മേക്കപ്പെട്ടില്ലെന്ന് തീരുമാനമെടുത്തത് കൊണ്ട് ഞാൻ പിന്നെ ആൾക്കാർ വിളിക്കാൻ വന്നപ്പോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പേഴ്സ് കാലിയാണ്, എനിക്ക് ഒന്നിനും പൈസ ഇല്ല. വീട്ടുകാർ, ചുരുക്കി പറഞ്ഞ വീട്ടുകാർ കഞ്ഞിവെള്ളം പോലും തരുന്നില്ല. ഞാൻ മിക്കവാറും പട്ടിണിയാണ്. സ്തോത്രം. ഒരു ദിവസം ഇവിടെ ഒരു പ്രാർത്ഥനയുള്ള ഒരു അമ്മാമയുണ്ട്. ഞാൻ ആ വീട്ടിൽ ഇടയ്ക്ക് പോകും. അവിടെ നിന്നാണ് ഞാൻ ചായയൊക്കെ കുടിക്കുന്നത്. എപ്പോഴാ വീട്ടിൽ കയറി ചെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അവരെന്നെ വിളിക്കും. അവര് അനുജത്തി കൊട്ടാരക്കരയുണ്ട്, ഒരാള് അടൂരുണ്ട്. അവരെ വീട്ടിൽ പോകുമ്പോ അമ്മാമയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോകും. ചിലപ്പോ എന്നെ മാത്രമായിട്ട് അവർക്ക് എന്തെങ്കിലും തന്നു വിട്ടു കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ പോയി, അങ്ങനെയൊക്കെ ആ ദിവസങ്ങൾ കഴിഞ്ഞു പോകുകയാണ്. ആ സമയങ്ങളിൽ ഞാൻ തയ്യൽ പഠിച്ചു. ഞാനൊരു തയ്യക്കട ഇട്ട് കഴിഞ്ഞപ്പോൾ ലോണൊക്കെ എടുത്ത തയ്യക്കട ഇട്ടെ. അപ്പോൾ ചിലരൊക്കെ അതിലെ പോകുമ്പോൾ പറയും, സൗദ ബെന്തിക്കോസിലായതുകൊണ്ട് ആണ് ഇങ്ങനെ കട കിട്ടി ദൈവം അനുഗ്രഹിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ബെന്തിക്കോസിലായതുകൊണ്ടല്ല, ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ചിന്തിക്കുന്ന ഏതോ ഒരു മതത്തിൽ ചേർന്നെന്ന രീതിയിൽ അവര് പറയുന്നേ. പക്ഷെ ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തു എന്നെ അനുഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സുവിശേഷം പറയാൻ ഒരവസരം അവർ തന്നെ ഇട്ടു തരികയാ. അപ്പോൾ ഞാൻ പിന്നെ പറയും, വേദപുസ്തകം നിങ്ങളും വായിച്ചാൽ, ക്രിസ്തു വചനം പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിച്ചാൽ, അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാൽ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുവാൻ, എന്റെ കടക റൂമിൽ നിന്നും കൊണ്ട് പറയുവാൻ തക്കവണ്ണം ദൈവം അവസരങ്ങൾ തരാറുണ്ട്. ഒരു ദിവസം ആരെങ്കിലും വന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 മണി 5:30 മണിയൊക്കെ ആവുമ്പോ നമ്മുടെ തയ്യൽ സ്റ്റാഫുകളുണ്ട്, അവരോട് ഞാൻ താക്കോൽ കൊടുത്തിട്ട് പറയും, ലത എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ഞാൻ പറയും, മോളെ നീ ഇത്ര സമയമാകുമ്പോ അടച്ചിട്ട് നീ പൊയ്ക്കോ, നാളെ രാവിലെ വന്ന് നീ തുറന്നാ മതി, ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ഒന്നുകിൽ സഹോദരിമാരവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വരണത് വരെ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും. വണ്ടി വന്നാലും കയറുമ്പോ എവിടെയും പോകാനല്ല, ഞാൻ സുവിശേഷം പറയാൻ ആളെ കണ്ടെത്താൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വരും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അങ്ങനെ അവര് നമ്മളെ നാട്ടിലെ വെട്ടുകാട്ട് പള്ളി പിന്നെ അമ്പലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ചരടുകളാണ് ഇവരെ കയ്യിൽ കെട്ടാറ്. അതൊരു അടയാളമാണ്. പൊട്ടുവെക്കലും കൈ കിടക്കുന്ന ചരടും. വെള്ള ചരട് കിടന്നാൽ അത് വെട്ടുകാട്ട് പള്ളിയിലെ ചരടാ. ഉടനെ ഞാൻ ചോദിക്കും,
ഓ ഇത് വെട്ടുകാട്ടുപള്ളിയിലെ ചരടാണല്ലോ. ആദ്യമേ ചോദിക്കും നിങ്ങൾ എങ്ങോട്ട് പോകാൻ നിൽക്കുക, അത് ഇന്ന സ്ഥലത്തേക്കാന്ന് സ്ഥലം പറയും. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ ഇപ്പോഴെങ്ങാനും ബസ്സുണ്ടോ? അപ്പൊ അവർ പറയും ഇപ്പൊ ഞാൻ നടന്നു വരുമ്പോ ഒരു ബസ് പോണുണ്ടായി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബസ് വരാനുണ്ട് എന്നെങ്കിലും പറയും. അത് കഴിഞ്ഞിട്ടാ ഞാൻ ഇതിൽ കയറി പിടിക്കും. വെട്ടുകാട്ടുപള്ളി നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണോ എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു കാര്യം സാധിക്കാനുണ്ടായി, അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ സാധിച്ചു, അതിനുശേഷം ഞാൻ അവിടുത്തെ നൂല് കെട്ടാറുണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറയും യേശു ക്രിസ്തു നൂലിലല്ല, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കേണ്ടത്. അതിന് നമ്മൾ ബൈബിള് വായിക്കണം. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്നപ്പെട്ട ആളാ, എനിക്കിപ്പോ ബൈബിള് ഭയങ്കര ഇഷ്ടമാ, ക്രിസ്തുവിനെ ഇഷ്ടമാ, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയെടുക്കും. ആമേൻ സ്തോത്രം. ചിലര് ശ്രദ്ധയോടെ കേൾക്കും, ചിലര് തർക്കിക്കാൻ തുടങ്ങും. മാതാവില്ലാത്ത ക്രിസ്തുവിനെ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ചിലര് പറയും ഞങ്ങളുടെ ദൈവങ്ങളുണ്ട്, നിങ്ങളെ ദൈവം എന്ന് പറയും. ചിലര് നല്ല ശ്രദ്ധയോടെ കേൾക്കും കേട്ടോ. ദിവസം എന്റെ ജോലി ഇതാ, ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും, അവരോട് സുവിശേഷം പറയും. പറഞ്ഞിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ശ്രദ്ധിക്കുന്ന ആൾക്കാര്, പറഞ്ഞു തീർന്നില്ല, അവർക്കൊപ്പം ഞാനും ബസ്സിൽ കയറും. അവര് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനും ടിക്കറ്റ് എടുക്കും. ബസ്സിൽ മുമ്പിലോട്ട് ഇവര് കയറുമ്പോ ഞാനും കൂടെ കയറി അവരൊപ്പം നിന്ന് ബസ്സിനകത്ത് നിന്ന് പറയും. സ്തോത്രം. അവസാനം ഞാൻ രക്ഷിക്കപ്പെട്ട വിധങ്ങളൊക്കെ പറയുന്നേ, അനുഭവങ്ങളും കൂടി പറയുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ അവരിറങ്ങുമ്പോ ഞാനും കൂടെ ഇറങ്ങും. അവിടെ നിന്ന് ബാക്കിയും പറയും. ഇവർക്ക് പോകാൻ ധൃതിയുള്ളവരാണെങ്കിൽ ഇവർ പറയും എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണേ എന്ന് പറയും. ശരി, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ വഴിക്ക് പോവും. ഞാൻ എന്റെ തിരിച്ചുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് ബസ് കയറി ഞാൻ വീട്ടിൽ വരും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്നത്തെ ദിവസത്തെ ഉറക്കം എന്ത് സുഖമാണെന്നറിയോ? ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടി കിടന്നുറങ്ങുന്ന പോലെ ഒരു ഫീലാ. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു ദിവസമെങ്കിലും യേശുപ്പായെ കുറിച്ച് ഒരു വ്യക്തിയോട് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര വിഷമോ, എനിക്ക് ഭയങ്കര സങ്കടമാ. ഞാൻ പറയാം കർത്താവേ സോറി, ഇന്ന് ആരോടും എനിക്ക് പറയാൻ പറ്റിയില്ല, നാളെ എനിക്ക് രണ്ടാളെ തരണേ. ആമേൻ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ ഞാൻ കിടന്നുറങ്ങുന്നേ. ഹല്ലേലൂയ. ഒരാളോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നറിയോ? അതിനല്ലേ നമ്മളെ വിളിച്ചേ, നമ്മളിപ്പോ വന്ന് കൂടിയിരിക്കുന്നത് പോലും നമ്മുടെ ആവശ്യത്തിനല്ലേ വന്നിരിക്കണേ. ആമേൻ സ്തോത്രം. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം, അതാവരുത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ കർത്താവിന്റെ ശക്തി പ്രാപിക്കാനാ വന്നിരിക്കണേ, നമ്മുടെ കർത്താവിന്റെ ആലോചന കേൾക്കാനാ വന്നിരിക്കുന്നേ, നമ്മുടെ കാര്യം സാധിക്കാനല്ല കേട്ടോ. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുക്ക വരരുത്. നമ്മുടെ കർത്താവിന്റെ ശബ്ദം കേൾക്കാനും, കർത്താവ് നമ്മളെ കുറിച്ച് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നേ, ആ പ്ലാനിലേക്ക് നമ്മൾ എത്തിക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് കേൾക്കാനും, അതിനുള്ള പ്രാപ്തി പ്രാപിച്ചെടുക്കുവാനും, അതിനുള്ള ഊർജം പ്രാപിച്ചെടുക്കുവാൻ, അതിനുള്ള ആലോചന പ്രാപിച്ചെടുക്കുവാനായിരിക്കണം നമ്മൾ ദൈവസന്നിധി വരേണ്ടത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, എന്റെ ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ കാർ വർക്ക്ഷോപ്പിലേക്ക് കാർ സർവീസിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും അഴുക്കിരുന്ന നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ? ഹല്ലേലൂയ. മാത്രമല്ല, വാഷ് ചെയ്തിട്ട് ഇറങ്ങുമ്പോ ഒരു പുത്തൻ അനുഭവമല്ലേ, പുതിയതുപോലെ അല്ലേ കൊണ്ടുവരിക. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരുമ്പോഴും. നമ്മൾ സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പായിരുന്ന നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലും നമ്മൾ വീട്ടിലും നമ്മൾ പുറത്തും ഒക്കെ അല്ലേ. സ്തോത്രം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണ് ഉടഞ്ഞാൽ പോലും നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഓർത്ത് വിഷമിക്കാറില്ലേ? ഓ നല്ലൊരു പാത്രമായിരുന്നു, ഓ അത് ഉടഞ്ഞുപോയി. അല്പമെങ്കിലും നമ്മൾ സങ്കടപ്പെടാതിരിക്കോ? മനുഷ്യനാണ്, സങ്കടപ്പെടും. പക്ഷെ അതിനകത്ത് അങ്ങ് നിരാശപ്പെടരുത്. സാരല്ല പോട്ടെ, ഒരു പാത്രമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഇടയായി തീരണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് പിള്ളേർ തട്ടി ഉടച്ചാലും ശരി, ആര് തട്ടി സാരല്ല പോട്ടെ, സാരല്ല ഒരു പാത്രമല്ലേ, നമുക്ക് പൈസ കിട്ടുമ്പോ വാങ്ങാം, ഇല്ലെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറയാൻ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഇടയായി തീരണം. അത് ഓർത്തിരുന്ന് അയ്യോ പാത്രം പോയല്ലോ എന്ന് പറഞ്ഞ് വ്യാകുലപ്പെട്ട് നമ്മുടെ മനസ്സിനെ കലക്കേണ്ട ആവശ്യമേ ഇല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നമ്മളെ തന്നെ ഒരുക്കാൻ, നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുവാൻ ആയിരിക്കണം നമ്മൾ ഓരോ പ്രാർത്ഥനകൾക്കും കടന്നു വരാൻ. സ്തോത്രം. അത് ഒരു നാടൻ ഭാഷയെ പറഞ്ഞ നമ്മൾ സഹോദരിമാര് നമ്മളാരും പോകുന്നില്ല കേട്ടോ, പോകുന്നവരെ ഓർത്ത് പറയാ. ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് നമ്മൾ പോയ പോലാണോ തിരിച്ചിറങ്ങി വരുന്നേ?
അല്ലല്ലോ, അങ്ങോട്ട് പോയ പോലെ അല്ല ബ്യൂട്ടി പാർലറിൽ നിന്ന് തിരിച്ചറിയത്. എന്തോ ഒരു പുതുമ അല്ലെ? ആമേൻ. ഇതുപോലെയൊക്കെ ആയിരിക്കണം. നമ്മുടെ ആത്മീയ സൗന്ദര്യം വർദ്ധിക്കണം. ഓരോ കൂട്ടായ്മയിലും വന്നിരുന്നിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോ നമ്മൾ ആത്മീക സൗന്ദര്യം വർദ്ധിക്കുന്നവരായിരിക്കണം. അതിനായിരിക്കണം നമ്മൾ ദൈവസന്നിധി വരേണ്ടത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ബൈബിളുമായി നമ്മുടെ വീട്ടില് നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ നമ്മൾ ഇന്നലെ ബൈബിള് ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നമ്മുടെ ശ്രദ്ധയപ്പെടാത്ത വചനങ്ങളായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എനിക്ക് ഒരുപാട് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ വിട്ട് മാറത്തില്ല, അത് നമ്മളെ അള്ളിപ്പിടിച്ചിരിക്കും. ഹല്ലേലൂയ, അത് എപ്പോഴും നമ്മളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം ഒരു വചനം കിട്ടിയ വചനമാണ് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിലെ അതിലെ 18 മുതലുള്ള വചനം. ആർക്കെങ്കിലും എടുത്തെങ്കിലും പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. ഞാൻ അതല്ല പറയാൻ നിങ്ങളോട് ഉദ്ദേശിച്ചത്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അത് എന്നെ പ്രേരിപ്പിക്കുന്നു. പെട്ടെന്നൊന്ന് എടുത്ത് ഒരു വായിക്കാമോ? അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നറിയ വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ആ വചനം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന്. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശക്തിക്ക് അതിന്റെ വലിപ്പം നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അത് അളവറ്റ ശക്തിയുടെ വലിപ്പ. അളവറ്റതാ, അളവില്ലാത്തതാ. ഹല്ലേലൂയ. ആ ശക്തി നമ്മൾ പ്രാപിച്ചാൽ നമ്മൾ ആരാ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അത് എത്ര ചോദിച്ചാലും തരും. ആമേൻ, സ്തോത്രം. അതാ പറയും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു. അതാ, മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ച പാമ്പിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ച കല്ലിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. ആമേൻ. അപ്പൊ ഈ ആത്മാവിന്റെ അളവറ്റ ശക്തി, വലിപ്പം നമ്മളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അത് ഓരോ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോഴും, അത് ഒറ്റയ്ക്കായാലും കൂട്ടായ്മയായാലും, സ്തോത്രം, ദിനവും യേശുവിന്റെ കൂടെ. ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയാതിരിക്കുമോ? ഹല്ലേലൂയ. തീർച്ചയായിട്ടും അറിയും. കാരണം നമ്മൾ അപ്പം തിന്നാനാണ് യേശുവിന്റെ അടുക്ക വരുന്നെങ്കിൽ ആ ശക്തി അളവ് അറിയാൻ പറ്റില്ല. ഹല്ലേലൂയ. അതായത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് യേശുവിന്റെ കൂടെ നിങ്ങൾ നടക്കുന്നതെങ്കിൽ, സ്തോത്രം, യേശു അപ്പം തരും, മീനും തരും. തൃപ്തിയോടെ തിന്നിട്ട് വന്ന വഴിക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. കൂടെ നിൽക്കുന്നവന് കുട്ടക്കണക്കിന് തലയിലെടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുട്ടയ്ക്ക് ചുമന്നവന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ശിഷ്യന്മാരൊക്കെ തിന്ന് തൃപ്തിയായിട്ട് കുട്ടക്കണക്കിന് തലയിലും ചുമന്നുകൊണ്ടുപോയി. അതായിരിക്കണം നമ്മൾ. ജീസസ്. ഹല്ലേലൂയ. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. ആമേൻ. കെട്ടിയവരെടുത്ത് സുവിശേഷം പറയും. വഴിയെ പോകുന്നവരെ പിടിച്ചു നിർത്തി സുവിശേഷം പറയും. ഹല്ലേലൂയ. എങ്കിലും ബുദ്ധിയോടെ ആയിരിക്കണം കേട്ടോ. പാമ്പിനെ പോലെ ബുദ്ധി, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. ചെന്നായ്ക്കയുടെ നടുവില പ്രാവിനെ പോലെ ആയിരിക്കാം കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആരാണ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ശക്തി വന്നു കഴിഞ്ഞാൽ ആകുന്നിടത്തെ നമ്മൾ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ സുവിശേഷം പറഞ്ഞ പലരെയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അവരൊരു പാസ്റ്ററും ഭാര്യയും. ആ സഹോദരിയുടെ ഭർത്താവ്
പാസ്റ്ററാണ്. പിന്നത്തേതില് ആയവര് കുടുംബമായി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോ അവരെ കണ്ടു. അവര് പാസ്റ്ററും കുടുംബവുമായി കർത്താവിന്റെ വയലിലായിരിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു വിത്ത് നമ്മൾ എവിടെയെങ്കിലും വിതച്ചാൽ ആമേൻ, നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയുക, അതേറെ നാൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടും കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് വൃഥാ പോകത്തില്ല. ആ വാക്കുകൾ പോയി പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങുകയുള്ളൂ എന്ന വചനം പറയുന്നത്. നമ്മൾ പറയുന്ന വാക്ക് ആരുടേതാ? നമ്മുടെ വാക്കല്ല. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് പറഞ്ഞാൽ കാറ്റത്ത് പാറിപ്പോകും, സാത്താൻ അത് കൊത്തിക്കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ അത് നല്ല നിലത്ത് തന്നെ വീഴും. ആമേ, സ്തോത്രം. ആമേ, കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മുത്തെടുത്ത് പന്നിയുടെ മുമ്പ് ഇട്ട് കൊടുക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പന്നി ആരാ, പശു ആരാന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം ആ സമയം ഒന്ന് മെനക്കെടാ. മീൻസ് സമയം നമ്മൾ യൂസ് ചെയ്യാ. സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. അവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം, പറയണം. പിന്നെയും 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 തർക്കിക്കുന്നവരോട് പോയിരുന്ന് വീണ്ടും വീണ്ടും തർക്കിച്ച് അവരെ നേടാവുന്നൊന്നും വിചാരിക്കണ്ട. അത് തർക്കിക്കാൻ വേണ്ടി ജനിച്ചവർ അങ്ങനെ വിട്ടേരെ. ഹല്ലേലൂയ. എന്നിട്ട് അവർക്ക് വേണ്ടി പറയരുത്, പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് വേറെ വഴി ഒരുക്കിക്കോളും. നമ്മളെ സമയം എന്തിനാ വേസ്റ്റ് ആക്കണേ? ഞാൻ അങ്ങനെ സംവാദ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇത് വെറുതെ സംവാദിക്കാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടരുണ്ട്. അത് കേട്ടിട്ട് മാനസാന്തരപ്പെടാനോ അത് കേട്ടിട്ട് അത് ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റെടുക്കാനോ ഉള്ള ആൾക്കാരല്ല, വെറുതെ തർക്കിക്കാൻ വരുന്ന ആൾക്കാർ. അപ്പൊ പിന്നെ ഞാനെന്തിനും അവിടെ നിന്ന് പതുക്കെ അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ വേറൊരു ഗുണം ഉണ്ടായി. ആ തർക്കിച്ചത് കൊണ്ട്, ആമേൻ, അവിടെ തർക്കിക്കുന്ന ഒരു സംവാദ ഗ്രൂപ്പിൽ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ആമേൻ, ഒരാൾ എന്ത് ചോദിക്കും, എന്ത് മറുപടി കൊടുക്കണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ആമേൻ. പക്ഷെ എന്റെ സമയം വേസ്റ്റ് ആക്കി കളയാൻ എനിക്ക് ഇല്ലാത്തത് കൊണ്ട്, പന്നികളുടെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കണ്ടാത്തത് കൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് പിന്മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമക്കളെ, ആരെ കിട്ടിയാലും അവരെന്ത് വിചാരിക്കും, എന്നെ നാളെ പിണങ്ങുമോ, അവർ ഈ സ്നേഹമില്ലാതെ ആയി പോയിക്കോട്ടെ. ആ സ്നേഹം നമുക്ക് വേണ്ടെന്നേ. അവർ ക്രിസ്തുവിനോട് കൂടി അവർ നമ്മളെ സ്നേഹിക്കുമ്പോ സ്നേഹം മതി. ഹല്ലേലൂയ. എന്റെ ബന്ധുമിത്രാദികൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധു വീടുകളിൽ പോകും, അവരെന്റെ വീട്ടിൽ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ സ്നാനപ്പെടുമ്പോൾ എനിക്കറിയാം ഇവരെല്ലാം പിണങ്ങുമെന്ന്. പക്ഷേ ഇന്ന് മരിച്ചാൽ ഞാൻ എവിടെ പോകുമെന്ന ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം എന്റെ ബന്ധുക്കളെല്ലാം പിണങ്ങുമെന്ന്. അവരെല്ലാം പിണങ്ങി വഴി വെച്ച് കണ്ടാൽ മിണ്ടത്തില്ല, തലതിരിഞ്ഞു കഴിയും. അവർ കല്യാണം വിളിക്കത്തില്ല, വീട് വാലി കാച്ചി വിളിക്കത്തില്ല, മരണം പോലും അറിയിക്കത്തില്ല. അവർ നമ്മളെ വീട്ടിൽ വരത്തില്ല. നമ്മൾ അവരെ വീട്ടിൽ പോയാൽ പോകത്തില്ല. പോയപ്പോ തന്നെ വഴി വെച്ച് പിണങ്ങുന്നവരോട് പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ കയറണേ. ആമേ, സ്തോത്രം. പിന്നെ നമ്മളെ കുറിച്ചൊക്കെ ബന്ധുക്കൾ സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാം ഓരോരുത്തർ വിളിച്ച്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മളെ വിളിച്ച് കാര്യം പറയും. ഇന്നവർ ഇന്നതുപോലെ പറഞ്ഞു, ഇന്നതുപോലെ പറഞ്ഞു. ഞാൻ പറയണവരൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞങ്ങ് ക്രിസ്തുവിന്റെ അടുക്ക പോകുമ്പോ അവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. ആമേ, സ്തോത്രം. പക്ഷെ ഒരു കാലത്ത് കർത്താവ് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ സത്യം ഗ്രഹിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ സത്യം ഉൾക്കൊള്ളാനങ്ങൾ പലർക്കും പറ്റുന്നില്ല, ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അതിനെ പിതാവ് ആകർഷിക്കണം കേട്ടോ, വെറുതെ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരല്ലേ, ക്രിസ്തുവിന്റെ അടുക്ക വരാൻ പറ്റിയില്ലേ? പിതാവ് ആകർഷിച്ചത് കൊണ്ടല്ലേ. പിതാവിനുള്ളവർ ആരാണ് എന്ന് പിതാവിന് നന്നായി അറിയാവുന്നത് കൊണ്ട്, ആമേൻ, മുൻ നിയമിക്കപ്പെട്ടവർ ആരും നശിച്ചു പോകണ്ടെന്ന് കർത്താവിനുണ്ട്. എങ്കിലും അമ്മയുടെ ഉദരത്തിൽ വെച്ച്, ആമേൻ, മുദ്ര വെച്ച് പേര് വിളിച്ച്, നീ എനിക്കുള്ളവൾ, നീ എനിക്കുള്ളവൻ, നീ സുവിശേഷകൻ, നീ സുവിശേഷകി, ആമേൻ, ദൈവവൈതൽ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി പേരിട്ട് കർത്താവ് ആദ്യം പേരിടണേ. പിന്നെ പുറത്തു വന്ന അമ്മയപ്പനൊക്കെ പേരിടുള്ളൂ. ക്രിസ്തു വയറ്റി വെച്ച പേരിട്ട് കേട്ടോ. ഗർഭപാത്രം തിരിക്കുമ്പോഴേ കർത്താവ് നമ്മുടെ പേരിട്ടു. ഹല്ലേലൂയ. അത് സദൃശവാക്യത്തിൽ ഈ സഭാപ്രസംഗിയിൽ കിടപ്പുണ്ട്. 5-ാം അധ്യായത്തിലാണ് തോന്നുന്നു, ഒരുവൻ ഇന്നതാകുമെന്ന് പേർ വിളിച്ചിരിക്കുന്നു എന്ന്. ആമേ, സ്തോത്രം. അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിച്ചിട്ട് ക്രിസ്തുവിൽ നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമിരിക്കുന്നു എന്ന ഫിലോമോന്റെ ലേഖനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. അത് ഞാൻ പറയാം സമയം പോലെ. ആമേൻ, സമയം ഓടിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദൈവമക്കളെ, ഞാൻ ഈ കർത്തൃദാസന്മാര് പ്രസംഗിക്കുന്നത് പോലെ എഴുതി വെച്ച്, ആമേൻ, ഞാൻ ആ പാസ്റ്ററിന്റെ പേരും മിനിസ്ട്രിയുടെ പേരും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ വാക്യമൊന്നും പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ നിന്റെ കയ്യിലോട്ട് വെച്ച് തരികയാണ്, നീ എനിക്കൊരു സാക്ഷ്യം തന്നു. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാ. ഇന്ന് ഞാൻ എന്താ പറയണ്ടേ? അവിടെ വരുന്നവരെല്ലാം നിനക്കറിയാം, എനിക്ക് ആരെയും അറിയത്തില്ല. അവരെ മനസ്സിലെന്താന്ന് എനിക്കറിയത്തില്ല, അവരുടെ ജീവിത സാഹചര്യം എന്താന്ന് എനിക്കറിയത്തില്ല, അവർക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാം നിനക്കറിയാം. എന്നെ നിന്റെ കയ്യിൽ തരിക, നീ എന്നെ ഉപയോഗിച്ചോണം, എന്നിലൂടെ നീ സംസാരിച്ചോണം, എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും പറയാൻ പറഞ്ഞ ഞാൻ പറയും. ഹല്ലേലൂയ. ദൈവമക്കൾ, അത് നിങ്ങൾക്കുള്ള ദൂതാണ്. അതങ്ങ് ഏറ്റെടുത്ത നിങ്ങൾക്ക് വിടുതലും സന്തോഷവും സമാധാനമാണ്. ആമേൻ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ എത്ര അധ്വാനിച്ച് എത്ര പണം ഉണ്ടാക്കിയാലും, എത്ര വലിയ വീട് വെച്ചാലും, എത്ര നല്ല കാർ വാങ്ങിച്ചാലും, എന്തെല്ലാം പൊസിഷനിൽ നമ്മൾ ഇരുന്നാലും, അത് ജോലിയാവട്ടെ അല്ലാതെ ആവട്ടെ, എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമുക്ക് വലിയ വിലയും നിലയും ഒക്കെ ഉണ്ടായിരിക്കും, ഒക്കെ ആയി. ആമേ, സ്തോത്രം. ഇത് എവിടം വരെ ഉണ്ട്? എവിടം വരെയുണ്ട്? കല്ലറ വരെ, അല്ലെ മരണം വരെ. ഇല്ലേ? മരണത്തിനും ഉണ്ട് കേട്ടോ ആ പദവിയൊക്കെ. ആ പദവി അനുസരിച്ചായിരിക്കും നമ്മൾ അടക്കുന്നതൊക്കെ, ശുശ്രൂഷയൊക്കെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാ, അപ്പൊ കല്ലറ കഴിഞ്ഞ് മണ്ണിട്ട് മൂടിയാൽ തീർന്നു. കുറച്ചു ദിവസം നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ സങ്കടവും വിഷമവും വേദനയൊക്കെ ഉണ്ടാവും. എന്റെ പിതാവ് മരിച്ചിട്ട് ജോയ്സ് രാജു സിസ്റ്റർ പറഞ്ഞ പോലെ അമ്മയുടെ കാര്യം പറഞ്ഞു. അമ്മേ, ഞാൻ അപ്പോഴേ എന്റെ ഫാദറിന്റെ കാര്യം ഓർക്കുക. കഴിഞ്ഞ 2 വർഷമായി എന്റെ ഫാദർ മരിച്ചിട്ട്. 89 വയസ്സുണ്ടായി. മെലിഞ്ഞ മനുഷ്യനാ. പക്ഷെ അവസാന സമയമാകുമ്പം നടക്കാനൊന്നും വയ്യാണ്ടായി. ഇപ്പൊ ഞാൻ പിന്നെ ഇവിടുന്ന് പോകേണ്ടി വന്നു. അവിടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ആരും ഒന്നും ഏറ്റില്ല. പിന്നെ തിരിച്ചു പോയി ഞാനൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വരാം, ഞങ്ങളുടെ വീട് പണി നടക്കുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ച് കൊണ്ടാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് വീണു. അവർ ഉറക്കഗുളിയും കണ്ടു കൊടുത്തു. ബാത്റൂം മൂത്രമൊഴിക്കാനും കണ്ട് എണീറ്റപ്പോ താഴെ വീണു. കാലിന് ചെറിയൊരു പൊട്ടലുണ്ടായി. അപ്പൊ ഞാൻ ചെന്നപ്പോഴും വേദന കൊണ്ട് വിളിക്കുക, കരയുക. ഇവരൊട്ട് കൊണ്ടുപോയില്ല. ഞാൻ പിന്നെ അവർക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ആംബുലൻസ് റെഡിയാക്കി ഒരു പയ്യനും കൂടെ വിട്ടതാ. ഞാനും എൻ്റെ കൂടെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നിർമ്മല ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി. അവർ സ്കാനൊക്കെ ചെയ്ത് പൊട്ടലുണ്ട്, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 10 ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായി. 10 ദിവസം ഞാനാ കൂടെ ഇരുന്നത്. 2 വർഷം മുമ്പാണ്. ഒരു മെയ് 3-ാം തീയതി മരണപ്പെടാനിടയായി. അപ്പൊ മെയ് 3 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ, അതായത് ഇപ്പം ഇനി വരുന്ന ഇത് 4-ാമത്തെ മെയ്. അപ്പൊ 3-ാം വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ബാത്റൂമിൽ കൊണ്ടുപോകണം ഞാനാ, കുളിപ്പിക്കുന്നത് ഞാനാ. അപ്പൊ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണം, ട്രിപ്പ് ഇട്ടിരിക്കുക, എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കണം. അപ്പൊ എപ്പോഴെപ്പോഴും എടുത്ത് ഇങ്ങനെ, അപ്പം നടക്കാൻ പറ്റത്തില്ല, ഞാൻ കപ്പെടുത്ത് കൊടുക്കുക ചെയ്യാ. അപ്പൊ ഞാൻ വിചാരിച്ച അത് ഫാദറിന് ഉറങ്ങാനും ബുദ്ധിമുട്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച അങ്ങനെയും കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഇവരെന്തോ ഗുളിക കൊടുക്കുന്നുണ്ട് മയങ്ങുന്ന. അപ്പൊ വേദന ഇല്ലാണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാനിത് ഇത് ഞങ്ങളുടെ പാമ്പർ എന്നാ അതിന് പറയാ, നിങ്ങൾ അത് സ്നഗി, അതെ, സ്നഗി വാങ്ങിച്ചിട്ട് ഞാനാ വെച്ച് കൊടുക്കുന്നത്. ഞാൻ മോളാ. പക്ഷെ ഒരു എന്താ പറയാ, ഒരു മകൻ ചെയ്യേണ്ട കാര്യം, മകനുണ്ട്, മകൻ മദ്യപാനാത്. ഞാൻ പറഞ്ഞത്, നമുക്ക് അപ്പൊ അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഞാനൊരു എന്റെ മോനെ നോക്കുന്ന പോലെ ഞാൻ അതേ ഫീൽ ചെയ്യത്തുള്ളൂ. ആമേ, സ്തോത്രം. എന്നിട്ട് എന്റെ പിതാവ് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. എണീറ്റത്ത് ഇരുന്നപ്പോ പല്ലിനിടയ്ക്ക് വീണതുകൊണ്ട് തന്നെ എടുത്ത് കഴിക്കുമ്പോ പല്ലിന്റെ ഇടയിൽ കൂടെ താഴെ പോകുന്നു. അപ്പൊ ഞാൻ തന്നെ പിന്നെ ആഹാരം ഞാൻ തന്നെ കുറച്ച് ഞാൻ തന്നെ കൊടുക്കാൻ തുടങ്ങി. എടുത്ത് കരിക്കും വെള്ളം ഇതൊക്കെ നന്നായിട്ട് ആളങ്ങ് ഒരുമാതിരി നന്നായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്റെ ബന്ധുക്കളെല്ലാം പിന്നെ വാ തോരാതെ എന്നെ പറ്റി പറയില്ല. അവരെ സഹോദരൻ കുറെ പേരൊക്കെ മരിച്ചു. ഏറ്റവും മൂത്ത എന്റെ പിതാവ്. ഒരു അനിയന്മാരൊക്കെ കുറെ പേര് മരിച്ചു. 11 മക്കളായിരുന്നു. അതിന് രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, സഹോദരി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മരിച്ചു. അവരുടെ മക്കളുകളായി പറഞ്ഞ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരൊക്കെയാ പറഞ്ഞ, യോ സൗദ ചേച്ചി. വാ തോരാതെ സൗദ ചേച്ചിയെ കുറിച്ച് പറയാൻ ദൈവം ഒരുക്കിയില്ലേ? ദൈവം മാനിച്ചോ? ആമേ. അപ്പൊ അക്കൂട്ടത്തിൽ എന്നെ ഇടയ്ക്ക് വെച്ച് തിരിച്ചു കൊണ്ടുപോരാനായിട്ട് എന്റെ ഒരു കൊച്ചാപ്പാടമ്മോ ഷാജു ചേച്ചി, ഇനി ചേച്ചി ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവത്തില്ല, മരിക്കുമ്പോ മഹഷറെ പോകണം, സ്വർഗത്തിൽ പോണമെന്ന്, മഹഷറെ പോണം, ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല, അതുകൊണ്ട് ചേച്ചി മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് 4-5 സഹോദരന്മാരെല്ലാം കൂടെ വന്നു. 2008 തോന്നുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ, അത് ക്രിസ്ത്യാനികൾ എന്നെ ഏതാണ്ടൊക്കെ തന്ന് ക്രിസ്ത്യാനി ആക്കിന്നാ, ഏതാണ്ടൊക്കെ നമുക്ക് സഹായങ്ങളെ തന്ന് ക്രിസ്ത്യാനി ആക്കിന്നാ അവര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതാര് പറഞ്ഞു? അത് ഞങ്ങൾ അങ്ങനെയൊക്കെയാ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞു, ദാണ്ടിരിക്കണം എന്റെ ഉമ്മാട് ചോദിച്ചു നോക്ക്, ഈ ഉമ്മായ എനിക്ക് ബൈബിള് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് സമയം എനിക്ക് തരാവോ മക്കളെ, ഞാൻ പറയട്ടെ എന്റെ അനുഭവം. ആ ചേച്ചി പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കി ഒരു 10-15 മിനിറ്റ് കൊണ്ട് എന്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഉമ്മ കേട്ടോണ്ടിരിക്കണു, എന്റെ അനിയത്തി കേട്ടോണ്ടിരിക്കണു, ഇവര് 5 സഹോദരന്മാർ. അപ്പൊ സുവിശേഷം കേൾക്കാൻ ദൈവം അവസരം ഒരുക്കിയോ?
ഞാൻ പോയി സുവിശേഷം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം പറഞ്ഞ അവർ കേൾക്കുവോ? ഇല്ല. ഇത് കേൾക്കാൻ വേണ്ടി കർത്താവ് തന്നെ ഇവരെ ഒരുക്കി എന്റെ അടുക്കലേക്ക് വിട്ട് അവർ വന്ന ഉദ്ദേശം എന്നെ തിരിച്ചു കൊണ്ടുപോകാനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? മക്കളെ നീ പോയി അവളുടെ സാക്ഷ്യം കേട്ടിട്ട് വരീ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് വിട്ടെ. കണ്ടോ? ദൈവത്തിന്റെ ഉദ്ദേശം വേറെ, അവര് വന്ന ഉദ്ദേശം വേറെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ യേശുവിനെ കുറിച്ച് എനിക്ക് അവരോട് സാക്ഷ്യം പറയാൻ പറ്റി. അവസാനം ഇവര് പറഞ്ഞ വാക്ക് കേൾക്കണോ? ഷാജിമോൻ തന്നെ പറഞ്ഞു. ഷാജി എന്നെക്കാൾ 2-3 വയസ്സിന് ഇളയത്. അവൻ തന്നെ പറഞ്ഞു, സൗദ ചേച്ചി ഇനി ഇതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. സൗദ ചേച്ചിയെ ഇനി ഇതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ വന്ന വഴി ബൈബിൾ തുറന്നപ്പോൾ ദൈവം സംസാരിച്ചു. ഇത് മാത്രമല്ല, വേറെ 1, 2, 3, 4 കാര്യങ്ങളുണ്ട് ബൈബിളിൽ തന്നെ. അത് ഇനി ചേച്ചിയെ ഇനി ശോഭി ചേച്ചിയുടെ കാര്യം ഞാൻ പറയാം, അത് അവളോട് ചോദിക്ക്. വല്യമ്മച്ചിയുടെ കാര്യം അത് വല്യമ്മച്ചിയോട് ചോദിക്ക്. ആമേൻ സ്തോത്രം. എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം തിരിച്ചു കൊണ്ടുവരാമെന്ന ഷാജുമോൻ എന്റെ പിതാവിന്റെ ആ ശുശ്രൂഷ കണ്ടിട്ട്, ഞാൻ ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വരും, അവന്റെ വീട് അതിന്റെ അടുത്തായിരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന കണ്ടിട്ട് ഞാൻ കൂടെ നിന്ന്, എന്നിട്ട് ഞാൻ കുറെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കൊച്ചു പിള്ളേരുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഇന്നെന്താ കഴിച്ചേ, എത്ര കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണൊക്കെ വീഡിയോ അവരിയ്ക്കുമ്പോഴും ഞാൻ ചോദിക്കും, ഞാൻ ദോശ കഴിച്ചു. ഞാൻ പറഞ്ഞത് അത്രേ ഒരു കൊച്ചു പിള്ളേരെ കൊഞ്ചിച്ച് നോക്കുന്ന പോലെ ഞാൻ എന്റെ പിതാവിനെ നോക്കിയപ്പോ ഇവർക്ക് വാതോരാതെ പറയാനുണ്ടായി. അപ്പൊ ഈ മോൻ പറഞ്ഞു, ഞാൻ തിരിച്ച് കുവൈറ്റിലേക്ക് മടങ്ങുമ്പോ ഞാൻ യാത്ര ചോദിക്കാൻ അവന്റെ വീട്ടിൽ പോയി. ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അവൻ അവിടെ ഇല്ല. അവളുടെ മോളുടെ ഫോണിൽ നിന്ന് ചേച്ചി ഞാൻ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു. എന്താ മോനെ പറ ചേച്ചി, നിങ്ങളെ ചിലത് നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്താണ്? ഞാൻ സത്യത്തിൽ എനിക്കുണ്ട് 2 പെമ്മക്കള്. എന്റെ പെമ്മക്കള് നിങ്ങളെപ്പോലെ ആവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാന്ന്. പ്രൈസ് ദി ലോർഡ്. ആര് ബെന്തിക്കോസ് ആവണമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ എന്റെ പിതാവിനെ നോക്കിയതുപോലെ അവനെയും നോക്കണമെന്ന്. അവസാന കാലത്ത് അവര് മാതാപിതാക്കളെ എന്റെ പെമ്മക്കളും ഞങ്ങളെ നോക്കണമെന്ന് അവൻ കൊതിച്ചുപോയിന്ന്. കണ്ടോ ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ക്രിസ്തു. നമ്മളെ മാനിക്കും, ലജ്ജിക്കാൻ വിട്ടുകൊടുക്കില്ല. നമ്മളെ ലജ്ജിപ്പിക്കാൻ നോക്കിയവരുടെ മുമ്പാകെ ദൈവം നമ്മളെ മാനിക്കുന്ന കണ്ടോ? ഇത് ഞാൻ പറയൽ, ഞാൻ എന്നെ മാനിക്കണമെന്ന് പറഞ്ഞാണോ നമ്മളെ എന്റെ പിതാവിനെ ഞാൻ നോക്കിയേ? എന്റെ ബന്ധുക്കളെല്ലാം എന്നെ വാദോരാതെ പുകഴ്ത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാണോ നമ്മൾ ചെയ്തേ? അല്ല. എന്റെ പിതാവിന് ഒന്നിനും കുറവ് വരരുത്. എന്റെ പിതാവ് സന്തോഷത്തോടെ അവിടെ നിന്ന് എണീറ്റ് നടക്കണം, ഇനി ബന്ധു വീടുകളിലൊക്കെ പോകണം, ഒരു 100 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി. കാരണം ഞാനൊരു പുതിയ വീട് വെക്കുന്നുണ്ട്, ആ വീട്ടിൽ എന്റെ പിതാവിനെ കൊണ്ട് എനിക്ക് താമസിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്റെ മോളെ കല്യാണം വരെ കാണാൻ എന്റെ പിതാവ് ഉണ്ടാകണമേ എന്ന് ഞാൻ കൊതിച്ചുപോയി. എനിക്ക് എന്റെ പിതാവിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മദ്യപാനിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടതൊന്നും തന്നില്ല. ശരിയാ, സാരമില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റിയത്, ക്രിസ്തുവിന്റെ അടുക്ക് വരാൻ പറ്റിയത്. എന്റെ പിതാവ് അധ്വാനിച്ച് പണമൊക്കെ ഉണ്ടാക്കി സ്വർണ്ണമൊക്കെ ഇട്ട് സ്ത്രീധനമൊക്കെ കൊടുത്ത് ഒരു വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ക്രിസ്തുവിന്റെ അടുക്ക് വരാൻ ഒരു പക്ഷെ എനിക്ക് ഒട്ടും സാധിച്ചെന്ന് വരില്ല. ഇനി അഥവാ വന്നെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ട് വരണം വരെ ഇല്ലേ? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം എല്ലാം സ്മൂത്ത് ആയിട്ട് ചെയ്തു തന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരുവനെ കർത്താവിന്റെ അടുക്കൽ വരുവാൻ ആമേൻ സ്തോത്രം കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴികൾ നേരത്തെ തുറന്ന്, അതാ പറഞ്ഞ നിനക്ക് മുമ്പായി ദൂതനെ അയക്കും, നിനക്ക് മുമ്പായി ദൂതനെ അയക്കും. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ക്രിസ്തുവിൽ വന്നത് കൊണ്ട് ബന്ധുക്കൾ കളിയാക്കിയാലും, ആമേൻ, നിങ്ങൾ ബന്ധുക്കൾ പിണങ്ങിയാലും പിണങ്ങിക്കോട്ടെ, പൊയ്ക്കോട്ടെ, കർത്താവ് പിണങ്ങാതിരിക്കാൻ സൂക്ഷിച്ചാൽ മതി. കർത്താവ് പിണങ്ങാതിരിക്കാൻ സൂക്ഷിച്ചാൽ കർത്താവ് ശത്രുക്കളെ കൂടി നമ്മളെ കൂടെ ഇണക്കിക്കും. അതിനുള്ള വഴികൾ കർത്താവിന് അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, കർത്താവ് ഒരുക്കി തരും. അല്ല, എന്റെ പിതാവിനെ നോക്കാൻ എന്റെ സഹോദരന്റെ 2 ആമക്കളുണ്ട്, ഒരുവന് പറ്റത്തില്ല, ഒരുവന് ചെയ്യാമായിരുന്നു, അവൻ ചെയ്തില്ല. എന്റെ അനുജത്തി നാട്ടിലുണ്ട്, അവൾക്ക് ചെയ്യാമായിരുന്നു, അവൾ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറും ഭാര്യയുമുണ്ട്. എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. ശോഭിച്ചേച്ചി ഒന്ന് വന്നാ മതി, കൂടെ നിന്നാ മതി, ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, ഞങ്ങൾ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും എന്റെ അനുജത്തി പോയില്ല. അവള് വേറെ പല കാര്യങ്ങൾക്ക് പോയിട്ട് പറയും, എനിക്ക് ഇന്ന സമയമില്ലെന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വം അല്ല കേട്ടോ, ദൈവം അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഒന്നുമില്ലെങ്കിൽ എന്റെ പിതാവ് വീണപ്പോഴും പട്ടി കടിച്ചപ്പോഴും പാമ്പ് കടിച്ചപ്പോഴൊക്കെ ഓടി വന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയ ഒരു മോനുണ്ട്, എന്റെ ആ ബ്രദറിന്റെ ഇളയ മോൻ. പക്ഷെ അവനും കൈവിട്ട് കളഞ്ഞു.
ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഇവിടെ മോളെ കൂടെ കുറച്ചു ദിവസം നിൽക്കാലോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാ പിതാവിന് വയ്യെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, നീ പോയാൽ തന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ മടിച്ചിരുന്നപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പിന്നത്തെ ദുഃഖിക്കേണ്ടി വരണ്ട, നിനക്ക് പോകണമെങ്കിൽ പോ, ഞാൻ ടിക്കറ്റ് എടുത്ത് തരാന്ന് പറഞ്ഞ് ഇങ്ങനെ സ്നേഹത്തോടെ 2-3 പ്രാവശ്യം പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, അല്ല അവരാരെങ്കിലും ഒക്കെ നോക്കും, നമുക്ക് പൈസ അയച്ചു കൊടുക്കാം എന്ന്, എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല എന്ന്, എനിക്ക് ഇത്തിരി യാത്ര കഴിഞ്ഞു വന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്നെങ്കിലും പിന്നെയും ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, 3-ാം പ്രാവശ്യം പറഞ്ഞു, നീ ഒന്നും കൂടെ തീരുമാനിക്ക്, നീ പോണെങ്കിൽ ടിക്കറ്റ് എടുക്കണം, പൈസയുടെ ബുദ്ധിമുട്ടൊന്നും നീ നോക്കണ്ട, പിന്നത്തേത് നീ ദുഃഖിക്കേണ്ടി വരരുത്, അതുകൊണ്ടാണ് ഞാൻ പറയണേ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. ഇത്രയും ശബ്ദത്തിലൊന്നും അല്ല, പതുക്കെ വളരെ ഇങ്ങനെ അളന്നു കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളൂ എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ പിന്നെ ഇരുന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ പോണോ? അവിടെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ? ഞാൻ ഇവിടെ മോളെ ഒറ്റയ്ക്കിട്ടിട്ട്, അവളെ ഇപ്പൊ ഇത്രയും നാൾ 5 മാസം ഒറ്റയ്ക്കായിരുന്നല്ലോ, ഞാൻ ഇവിടുന്ന് പൈസ ഞങ്ങൾ അയച്ചു കൊടുത്താൽ പോരെ, വേണ്ടതെല്ലാം നമ്മൾ നോക്കിയാൽ പോരെ, പോണോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേ പോകണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉന്തു വന്നു, പോകണം. അപ്പൊ ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ടിക്കറ്റ് എടുത്തോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇതാ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാന്. അതുകൊണ്ടാണ് എന്റെ പിതാവിനെ 10 ദിവസം കൂടെ നിന്ന് നോക്കി, അത് 10 വർഷത്തെ ബന്ധമായി, 10 വർഷം കൂടെ. അപ്പൊ എന്റെ പിതാവ് ചോദിക്കുന്നു, മോളെ ഇങ്ങനെ മക്കളെ എന്താണ് മക്കൾക്ക് കഷ്ടപ്പാടായല്ലേ, മക്കൾക്ക് കഷ്ടപ്പാടായല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും ഇല്ല, അതോർത്ത് നിങ്ങൾ വിഷമിക്കുക വേണ്ട, നിങ്ങൾ നടക്കണം, അതിനുവേണ്ടി എന്റെ പ്രാർത്ഥന. അപ്പൊ എന്താ പറയാ, അള്ളാഹ് നടത്തട്ടെ. ഞാൻ പറയാം, അല്ല യേശോപ്പ. അവരെങ്ങനെ അള്ളാഹ് പറയുമ്പോ ഞാൻ പറയും, ഇല്ല യേശോപ്പ. യേശോപ്പ മരിക്കാറാവുമ്പോഴും അപ്പൊ വീട്ടിൽ കൊണ്ടുവന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാ പെട്ടെന്ന് ഒരു അറ്റാക്ക് പോലെ വന്നിട്ട് വിയർത്ത് കുളിച്ച്, ആംബുലൻസ് ഒക്കെ വിളിക്കുമ്പോ ആംബുലൻസ് വരാൻ ലേറ്റ് ആയി. അതിനു മുമ്പ് ഒരു നേഴ്സ് വന്നു, ഒരു മെയിൽ നേഴ്സ് വന്നു, നോക്കുമ്പോ ഓക്സിജൻ കുറഞ്ഞു, BP അങ്ങനെ വേരിയേഷൻ കൂടി, അങ്ങനെ പെട്ടെന്ന് മരണപ്പെടുക ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മരണത്തിന്റെ അതിനു മുമ്പ് ഞാൻ 2 ദോശയും ചമ്മന്തി സാമ്പാർക്ക് വാരി കൊടുത്തു, വെള്ളവും കൊടുത്തു, ഗുളിയും കൊടുത്തു. ചോദിച്ചോ മക്കൾ എപ്പോഴും, നാളെ ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകും, 2 ദിവസം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, മക്കൾ നാളെ എപ്പോഴാ പോന്നേ? ഞാൻ പറഞ്ഞു, നാളെ ഉച്ച കഴിഞ്ഞപ്പോൾ, വിഷമിക്കണ്ട, വഹിത ഭക്ഷണമൊക്കെ കൊണ്ടുവരും, പേടിക്കണ്ട എന്ന് അത് കഴിഞ്ഞാ പെട്ടെന്ന് ഇങ്ങനെ ഇത് വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ സങ്കടം മാറിയിട്ടില്ല. എന്റെ പിതാവിന്റെ മരണം എനിക്ക് എന്താ പറയാ, നമ്മൾ വർഷങ്ങളായി കുവൈറ്റിലോട്ട് വന്നിട്ട് 10-31 വർഷത്തോളായി. അത്ര അടുപ്പമൊന്നും ഇല്ല, പോകുമ്പോ ഉള്ള കാഴ്ചയുള്ളൂ. പക്ഷേ ഈ 10 ദിവസത്തെ ഒരു റൂമിനകത്ത് ആ ഹോസ്പിറ്റലില് 3 നേരമോ അല്ലെങ്കിൽ 4 നേരമോ ഒക്കെ ഇങ്ങനെ ആഹാരം കൊടുക്കുന്നു, കരിക്കും വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. ഞാൻ തന്നെ കടയിൽ പോയിട്ട് പഴംപൊരിയും ചായ വാങ്ങിച്ചോണ്ട് കൊടുക്കണു. അപ്പം പറയാം, ഞാൻ ചായ വാങ്ങാൻ പോവാണ്, എന്നെ വിളിക്കല്ലേ, പോയി മക്കള് പോയിട്ടോ, പിന്നെ കഥകൾ പറയാ, കുട്ടിക്കാലത്തെ കഥകൾ പറയാ, നല്ല ശബ്ദത്തില സംസാരിക്കുക ഒക്കെ ആയപ്പോ ഭയങ്കര ഇതായിപ്പോയി. ഞാൻ പറഞ്ഞു വന്ന ദൈവമക്കളെ, ദൈവമാ ഇതെല്ലാം ചെയ്ത് കൂട്ടിത്തരുന്നേ. ആ മാന്യത മരണം വരെ എന്റെ കുടുംബത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് കുടുംബക്കാർ പിണങ്ങുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയാ, നിങ്ങൾ മാനിക്കപ്പെടും. നിങ്ങൾ ധൈര്യമായിട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചോ. ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്നാ. പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാ. അന്ന് സ്നാനപ്പെട്ടപ്പോൾ എല്ലാവരും നിന്ദിച്ച സ്ഥാനത്ത് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് വാതോരാതെ അവരെ നാവിന്മേല് എന്റെ വാക്കുകളെ പറഞ്ഞ് അവള് എന്തായാലും പോയ വഴി നശിച്ചിട്ടില്ല എന്ന് പറയാൻ അവർക്ക് അധികാരം കൊടുത്തു. ഞാൻ പറഞ്ഞ ദൈവമക്കളെ, ഹല്ലേലൂയ, ആ സമയമായി കേട്ടോ. ഹല്ലേലൂയ. ഒത്തിരി പറയാനുണ്ട്. ഞാൻ പറയുന്നത് അല്പം കൊണ്ടും അധികം കൊണ്ടും കർത്താവിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം തികവുള്ളതാണ്. ഒരു വചനം കൂടി വായിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ മാനിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിനെ മാനിച്ചാൽ നമ്മൾ മാനിക്കപ്പെടും. നമ്മളെ ആരെല്ലാം നിന്ദിച്ചുവോ, അവരെ വാഗൊണ്ട് ആരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയോ, അതേ നാവ് കൊണ്ട് നമ്മളെ പുകഴ്ത്തി പറയുവാൻ ദൈവം അവസരം ഒരുക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഷാജുമോൻ പറഞ്ഞതുപോലെ, ചേച്ചിയെ പോലെ ആകണേ എന്റെ മക്കളോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണെന്ന്. ഒരിക്കൽ തിരിച്ചു കൊണ്ടുവരാൻ വന്ന മോനാ, മുസ്ലിമായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വന്നവനാ, അവന്റെ വാഗൊണ്ട് പറയിപ്പിച്ചത് കണ്ടോ?
ആമേ സ്തോത്രം, ഞാൻ കരഞ്ഞുപോയി. ഹാലലി. അതുപോലെ നമ്മളെ മക്കളെ പോലെ ഒരു പ്രാർത്ഥനക്കാരായി മാറണം. അവരുടെ മക്കളും അവരും എന്ന് അവർ പറയണം. അവർ പറയും, അവരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. ഹാലലൂയ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിലെ 13-14 വചനം ഒന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ആമേൻ. നിങ്ങൾ അത് മതി. അപ്പൊ നിങ്ങൾ പിതാവിനോട് അപേക്ഷിച്ചാലും പുത്രനോട് അപേക്ഷിച്ചാലും ചെയ്തു തരുന്നത് കർത്താവാണ്. അതാണ് ആ വചനത്തിൽ കിടക്കുന്നത്. നിങ്ങൾ പിതാവിനോട് അപേക്ഷിച്ചാലും പുത്രനോട് അപേക്ഷിച്ചാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആരുമില്ല. ഇന്നലെ ഞാനിവിടെ അറബി ട്യൂഷൻ പഠിപ്പിക്കാം. ഇപ്പൊ 2 ആൺകുട്ടികൾ കഴിഞ്ഞ ദിവസം 2 ദിവസം വന്നു. ഇന്നലെയും വന്നു, മെനിഞ്ഞാന്ന് വന്ന ദിവസം തന്നെ അവർ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതി തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ അവർ കുറച്ച് ലെറ്റേഴ്സ് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ അവരെ പരിചയപ്പെട്ടിട്ട് ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. ഒരു ജോണും ഒരു ജോസഫും ഒരു ജോണും. ആമേൻ. നിങ്ങൾ ക്രിസ്ത്യാനി, അവർ ക്രിസ്ത്യാനി, കത്തോലിക്ക മാല കിടപ്പുണ്ട്. ഞാൻ അതൊന്നും തൊടാൻ പോയില്ല, അതിനെപ്പറ്റി ഒന്നും പറയാൻ പോയില്ല. ഞാൻ അവരോട് പറഞ്ഞത് ബൈബിൾ ദിവസവും വായിക്കണം കേട്ടോ, ദൈവം നമ്മൾ വചനത്തോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഭാഗങ്ങളെല്ലാം എടുത്ത് കേൾപ്പിച്ചു കൊടുത്ത്. അവർക്കിപ്പൊ അപ്പമാണല്ലോ ആവശ്യം, അവർക്ക് ഉപദേശമല്ല ആവശ്യം. അതുകൊണ്ട് ഇതുപോലുള്ളൊരു വചനങ്ങൾ എടുത്ത് ഞാൻ അവരെ പടപടാന്ന് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വായിച്ചു കൊടുത്തു. മുഖം ഒന്ന് തെളിഞ്ഞത് കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണണം കേട്ടോ. നിരാശയായിട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുന്നവരോട് സുവിശേഷം പറഞ്ഞു നോക്ക്. കർത്താവിന്റെ വചനങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അവരുടെ മുഖം ഇങ്ങനെ വിടരുന്നത് നമുക്ക് കാണാം. അവരുടെ ഹൃദയം തെളിയുന്നത് അവരുടെ മുഖത്ത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അവിടെ മാതാവിന്റെ കാര്യം വല്ലോ തൊടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മാതാവിന്റെ കാര്യം അവിടെ പറഞ്ഞ അവർ പിന്നെ ചിലപ്പം ക്ലാസ്സിന് വരത്തില്ല, പിന്നെ ഞാൻ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാനും ഇരിക്കത്തില്ല. അതുകൊണ്ട് ഇന്നലെ വന്നപ്പോ വേറൊരു ഇച്ചിരി ഇട്ട് കൊടുത്തു. ഇനി നാളെ വരുമ്പോ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. നാളെ വരുമ്പോ അന്നേരം ദൈവാത്മാവ് എന്തെങ്കിലും തരും, ഞാൻ പറഞ്ഞിരിക്കും. തിരിച്ച് ഇവര് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ അവരൊരു ദൈവ പൈതലായി മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ദൈവമക്കളെ കിട്ടുന്ന അവസരം പാഴാക്കരുത്. 14:7 കൂടെ ഒന്ന് വായിക്കാമോ? 15:7 യോഹന്നാൻ 15:7. എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മള് കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഉണ്ടാവണവർ നമുക്കറിയാലോ. പൊട്ട വിത്തുകളൊന്നും ആരും എടുത്ത് നടത്തില്ല. പൊട്ട വിത്തുകളൊക്കെ എടുത്ത് അങ്ങ് കളയും. എന്നിട്ട് നല്ല വിത്തുകളെ ശേഖരിച്ച് വെച്ചിട്ടാ നമ്മൾ കൊണ്ടുവന്ന് നടുന്നത്. നടുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് നമുക്ക് നല്ല വിളവ് തരും, നല്ല ഫലം തരുമെന്ന് പറഞ്ഞാ നമ്മൾ നടുന്നത് അല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത് നട്ടുവച്ചിരിക്കുക. നമ്മൾ കായ്ക്കുന്ന മുന്തിരിങ്ങ എല്ലാം കാട്ടുമുന്തിരിങ്ങ ആയിപ്പോയുള്ള ഗതി എന്താ പറ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. കൃഷിക്കാരൻ നോക്കിയിരിക്കും, നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് വിചാരിക്കും. പക്ഷെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചിരിക്കുന്നത് മൂടോടെ വെട്ടിക്കളയുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളെ നല്ല മുന്തിരിങ്ങ കായ്ക്കുവാൻ, നല്ല ഫലം കൊടുക്കുവാനായി ആമേൻ സ്തോത്രം കർത്താവ് നമ്മളെ നട്ടിരിക്കുമ്പോ ആമേൻ അത് ഫലം കായ്ക്കണമെങ്കിൽ ഈ ഒരു വചനമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. നമ്മളിൽ നല്ല ഫലം പുറപ്പെടുവണമെങ്കിൽ യോഹന്നാൻ സുവിശേഷം 15:7 നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് കിട്ടും. ഉറപ്പ്. ആമേൻ. കർത്താവ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിരോധിയല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ക്രിസ്തുവിലായാൽ ക്രിസ്തു ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുള്ളൂ.
ക്രിസ്തു പറയുന്ന പോലെ നമ്മൾ പറയുള്ളൂ, ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കുള്ളൂ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഹല്ലേലൂയ. കർത്താവിനറിയാം ചോദിക്കേണ്ടതേ ചോദിക്കുള്ളൂ. ആമേൻ. അത് അവരിവരും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവ, ആഗ്രഹം തരുന്ന ക്രിസ്തുവ. ക്രിസ്തുവിനെ കൂടാതെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, സമയം കഴിയുക, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. അതിലെ അവസാന വാക്യം കൂടെ, 16-ാം വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. വെച്ച സ്ഥലത്താണോ നമ്മൾ? ദൈവം ഉദ്ദേശിച്ച പോലെയാണോ നമ്മൾ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാട്ടുമുന്തിരിങ്ങ വേണ്ട കേട്ടോ. നല്ല ഫലം കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മളെന്ന് സ്തോത്രവും പറഞ്ഞ്, കർത്താവിന് മഹത്വവും പറഞ്ഞ്, കർത്താവേ എന്ന് വിളിച്ച്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം കർത്താവിന്റെ അടുത്ത് വന്ന് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ അല്ല കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ വിളിച്ചെങ്കിൽ നമ്മൾ 100 പേരെ കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ 100 മേനി വിളയണം. നമ്മൾ ആത്മാക്കളെ കൊടുക്കുവാനായി നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ തെരഞ്ഞെടുത്തതുപോലെ അനേകർ അന്ധകാരത്തിൽ കിടക്കുകയാ. അവരെ തെരഞ്ഞെടുക്കുവാൻ, അവരെ വിളിച്ചോണ്ട് വരുവാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുക. നമ്മളെ പദവി തന്നിരിക്കുക. ദൈവത്തിന്റെ മക്കൾ എന്ന പദവി നമുക്ക് തന്നിരിക്കുകയാ. ഹല്ലേലൂയ. ആമേ സ്തോത്രം. മക്കളും പ്രിയമക്കളുമായിട്ട് ആമേ സ്തോത്രം നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, ആമേ സ്തോത്രം. നല്ല ദാസനെ നീ വിശ്വസ്തൻ, നല്ല ദാസനെ ദാസിയെ നീ വിശ്വസ്തതയായി, നീ വിശ്വസ്തനും വിശ്വസ്തതയും ഉള്ളവരാ എന്ന് പറയത്തക്കവണ്ണം നമ്മൾ കൊണ്ട് ഇതാ കർത്താവേ, നീ നിന്റെ നാമത്തിന് വേണ്ടി നേടിയെടുത്ത വിത്തുകൾ എന്ന് പറഞ്ഞ് ആത്മാക്കളെ കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ ഒറ്റയ്ക്കല്ല സ്വർഗത്തിൽ പോകേണ്ടത്. ഒരു പിടി ആത്മാക്കളെയും കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പോകണം. അത് ബസ് സ്റ്റോപ്പ് ആകട്ടെ, അത് സൂക്കെന്ന് പറഞ്ഞ അവിടെ എന്താ കടകൾ, മാളുകളിൽ പോയിട്ട് വെറുതെ ഒന്ന് തട്ടി അവരെ കയ്യിരിക്കുന്ന സാധനം നിലത്ത് വീണോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ട്രിക്ക് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്റെ ബുദ്ധി പറഞ്ഞു അത് കൊച്ചു കാരണം സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അയ്യോ എന്താ പേര്, എന്താ നാട്, എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്നൊരു വാക്കിട്ട് കൊടുത്താൽ മതി. പ്രാർത്ഥിച്ചോളാമെന്നോ? അവർ രണ്ടാമതൊന്ന് കറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ പ്രാർത്ഥനക്കാരാണോ? എന്നാ എനിക്കൊരു വിഷയമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണേ. എന്നാ നമ്പർ തന്നോളൂ, പ്രാർത്ഥിച്ചിട്ട് ആൻസർ പറയാം. ഇങ്ങനെ ആൾക്കാരെ പിടിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടെത്തണം. ഒരു സാഹചര്യം ഒരുക്കണം. നടന്നു പോയിട്ട് വെറുതെ ഒരു മുട്ട് കൊടുത്തിട്ട് സോറി കേട്ടോ, അവരെ വേദനിപ്പിച്ചിട്ടല്ലല്ലോ മുട്ടിയത്, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒരു മുട്ട് കൊടുത്തതാ. ആമേ സ്തോത്രം. അപ്പൊ ഒന്ന് ചിരിച്ചു, എവിടെ നാട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒരു വേണമെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചോളൂ, ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ആമേ സ്തോത്രം, ഇച്ചിരി നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകാം, നാട്ടിലെ കാര്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരൊന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് യേശുവിനെ കൊടുക്കണം. അല്ലാണ്ട് നിങ്ങൾ സഭയെ കൊണ്ടുവരില്ല. നമ്മൾ മതം മാറ്റലല്ല കേട്ടോ. ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്, ഇത് മതം മാറ്റലല്ല. ഞാൻ ചർച്ചിലെ വിഷയവും പറയുന്നില്ല, വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിൽ കൊണ്ടുവന്ന് കൊടുക്കണം. ക്രിസ്തുവിനെ ഇവരെയും കൂടെ കൂട്ടിക്കൊടുക്കണം. അവർ തമ്മിൽ ആമേൻ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കാം. ക്രിസ്തുവും ആ വ്യക്തിയുമായി തീരുമാനിച്ചോട്ടെ അവരെവിടെ പോകണം, എങ്ങനെ ജീവിക്കണമെന്ന്. ആമേൻ. കർത്താവ് ഇനിയൊരവസരം തന്നാൽ, ബാക്കി എന്റെ അനുഭവ സാക്ഷ്യോ ദൈവം നിങ്ങളോട് പറയാൻ എന്തെങ്കിലും തന്ന ഞാൻ പറയാം. സമയം കഴിഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അല്പസമയം കൂടി പോയി. ആമേ സ്തോത്രം. കർത്തദാസനെ റോയ് പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദിനവും യേശുവിന്റെ കൂടെ എന്ന ആ ആപ്തവാക്യം അത് മരണം വരെയും യേശു കൂടെ ഉണ്ടാവട്ടെ. ഇവിടെ കടന്നു വരുന്നവരോട് കൂടെ ഉണ്ടാവട്ടെ, എന്നോടും എന്റെ കുടുംബത്തോടും കൂടെ ഉണ്ടാകട്ടെ. അത് യേശുവിനെ കൂടാതെ നമുക്കൊരു ജീവിതം വേണ്ട. യേശുവിനെ കൂടാതെ നമുക്കൊരു ജീവിതം ഇല്ല. ആമേൻ. അങ്ങനെ യേശുവിനെ കൂടാതെ ഒരു മിനിറ്റ് നിങ്ങൾ മാറിയിരുന്നാൽ സാത്താൻ നിങ്ങളെ പിടിച്ചിരിക്കും, ഉറപ്പാണ്. ഒരു മിനിറ്റ് യേശുവിനെ കൂടാതെ മാറി നിന്നാൽ സാത്താൻ വന്നു കയറിയാൽ മുടിച്ചിട്ടേ പോകത്തുള്ളൂ. ആമേ സ്തോത്രം. നമ്മുടെ വിശ്വാസം പോലെ തകർത്തിട്ടേ പോകത്തുള്ളൂ. ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. അവനോട് എതിർത്തു നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. അവനെ ഓടിച്ചു വിടണം, അടുപ്പിക്കരുത്. അതിന് ദിനവും ക്രിസ്തുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ കൂടെ വസിക്കുക. വചനമില്ലാതെ, ക്രിസ്തുവിന്റെ
യേശുവിന്റെ കൂടെ വസിക്കാൻ പറ്റത്തില്ല. യേശു ദൈവത്തിന്റെ വചനം കൂടാതെ, വചനം ധ്യാനിക്കാതെ, വചനം വായിക്കാതെ, വചനം ഉരുവിടാതെ, ഇതെല്ലാം ഉള്ളപ്പോഴാണ് പ്രാർത്ഥന. പ്രാർത്ഥന തീ കത്തിക്കുന്നതാ. എണ്ണ വേണം, സ്തോത്രം, ഒരു കമ്പ് വേണം, അതിനകത്ത് തുണി ചുറ്റണം, അതിനകത്ത് എണ്ണ മുക്കണം, തീപ്പെട്ടി വേണം, ഉരച്ച് കത്തിക്കണം. ഇതെല്ലാമാണ് ഈ പറഞ്ഞ വിശ്വാസവും വചനധ്യാനവും സ്തോത്രം പരിശുദ്ധാത്മാവും എല്ലാവും. ഇത് കത്തുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഉയരത്തിലേക്ക് ധൂപം കൊടുക്കുന്നതാ. ഇതെല്ലാം ഇല്ല, എണ്ണയില്ലാതെ എങ്ങനെയാ തീ കത്തിക്കുക? തീപ്പെട്ടി ഇല്ലാതെ എങ്ങനെയാ തീ കത്തിക്കുക? സ്തോത്രം, തുണി ഇല്ലാതെ എങ്ങനെയാ എണ്ണ ചുറ്റുക എന്ന് പറഞ്ഞ പോലെ വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥന ഫലിക്കത്തില്ല. സ്തോത്ര പരിശുദ്ധാത്മാവ് എന്റെ കൂട്ടായ്മ അല്ലെ, പരിശുദ്ധാത്മാവില്ലാതെ പ്രാർത്ഥന മേളിലോട്ട് പോകത്തില്ല. സാത്താൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇതെല്ലാം വേണം, ഇതെല്ലാം വേണം. ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് പ്രാർത്ഥിച്ചു നോക്ക്. മിസൈലിനേക്കാൾ സ്പീഡില്, മിസൈലിനേക്കാൾ സ്തോത്രം മിസൈൽ ഇട്ടാൽ അവിടെ എല്ലാം തകർന്നു പോകൂലെ എന്നതുപോലെ ധൂപം ദൈവസന്നിധിയിലേക്ക് കയറിച്ചില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല കർത്താവ്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പ. ദൈവമേ, നീ നൽകിയ വചനങ്ങൾ, സാക്ഷ്യങ്ങൾ നിന്റെ മക്കളുമായി പങ്കിട്ടു. ദിനവും യേശുവിന്റെ കൂടെ. അതേ കർത്താവേ, ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നത്. ദിവസവും നിന്റെ കൂടെ, നിമിഷവും നിന്റെ കൂടെ, ഓരോ നിമിഷവും നിന്റെ കൂടെ വസിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവാലോചനയും ദൈവശക്തിയും ഞങ്ങൾക്ക് ഓരോ നിമിഷവും തന്ന് ഞങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്തൃദാസനെയും കുടുംബത്തെയും ശുശ്രൂഷിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കുവാൻ കർത്താവ് സഹായിക്കണം. പിന്നെയും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ നൽകണം. മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെ ദൈവം മാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം നൽകുമാറാകട്ടെ. തീർച്ചയായും ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി തരും. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. കർത്താവ് നിങ്ങളെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എല്ലാത്തിലുപരി ആത്മാക്കളെ നേടാനുള്ള ആഗ്രഹം ഒന്നും വീട്ടിലൊന്നും ഇല്ലെങ്കിലും, എന്താ പറയാ, ചോറിന് കറിയില്ല, പച്ചമുളക് ഉണ്ടെങ്കിലും അത് കുടിച്ചും കൊണ്ട് ആത്മാക്കളെ നേടാൻ പോകുക. സ്തോത്രം. ആത്മാക്കളെ നേടാൻ പോകുക. അത് ഏറ്റവും ശ്രേഷ്ഠമായ പദവി. ഗോഡ് ബ്ലസ് യു.